ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊരു മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് പിരിയൻ മുളക് പൊടി. അപ്പോൾ എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല. അപ്പോൾ ഇനി ഈ പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവേ. അപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ 2 കപ്പോളം ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മസാലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് 3 വിസിൽ ആണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. 3 വിസിൽ വന്നതിന് ശേഷം ഓഫാക്കിയിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. ചക്കക്കുരിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലത്തെ വെള്ളം ഞാൻ ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണേ. അപ്പോൾ ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ട് നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.